ഭഗവാനെ അനുഗ്രഹിക്കണേ. ഭഗവതിയെ അനുഗ്രഹിക്കണേ. എല്ലാ മംഗളങ്ങളും തരണേ. ഞാൻ 2-3 ലോട്ടറി എടുത്തിട്ടുണ്ട് ഭഗവാനെ. അതെല്ലാം എനിക്ക് അടിച്ചിട്ട് കുറെ കോടിക്കണക്കിന് രൂപ എനിക്ക് തരണേ. ഞാന് ഒരു കുപ്പി വിളക്കെണ്ണ അങ്ങയുടെ നടയിൽ കത്തിച്ച് വെക്കാമേ. ചുറ്റുവിളക്കില് മൊത്തം ഞാൻ വിളക്കെണ്ണ ഉപയോഗിച്ചിട്ട് കത്തിച്ചിട്ട് വെക്കാമേ. ഭഗവാനെ, ഭഗവതി, എന്റെ ലോട്ടറി അടിക്കണേ. അല്ലെ, എന്തൊക്കെ പ്രതീക്ഷകളോടെ എന്തൊക്കെ പ്രാർത്ഥനകളാണ് ഓരോരുത്തർ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാറ്. ഭഗവാനെ, നീ കത്തിച്ചു വെക്കുന്ന ആ വിളക്കുണ്ടല്ലോ, അത് കണ്ടില്ലാണ്ട് ഭഗവാൻ ഉറക്കം വരില്ല. കഷ്ടം എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ, മറ്റൊന്നും കൊണ്ടുമല്ല. ഇന്നൊരു വലിയ വീഡിയോ കണ്ടു. നോക്കൂ, നമ്മളെല്ലാവരും വിളക്കെണ്ണ എന്ന പേരിൽ 100 അല്ലെങ്കിൽ 50 രൂപയ്ക്കൊക്കെ ഓരോ കുപ്പികളൊക്കെ വാങ്ങിയിട്ട് ക്ഷേത്രങ്ങളിൽ വഴിപാടായിട്ട് ഭഗവാന് കത്തിക്കാൻ വേണ്ടി തിരുമേനിക്ക് 10 രൂപ ദക്ഷിണയും വെച്ചുകൊണ്ട് നടക്കൽ വെച്ചിട്ട് നമ്മൾ പോരും. ഈ തിരുമേനി എന്ത് ചെയ്യും? അതെടുത്തിട്ട് കത്തിക്കും. എന്നിട്ടോ നോക്കൂ, ഏറ്റവും കൂടുതൽ തിരുമേനിമാർ അതല്ലെങ്കിൽ ഈ ശാന്തിക്കാർക്ക് ഏറ്റവും വലിയ അസുഖം എന്തെന്നറിയാമോ? ശ്വാസകോശ സംബന്ധമായുള്ള അസുഖമാണ്. കാരണം എന്താ? ശ്വാസകോശം അതൊരു സ്പോഞ്ച് പോലെയാണ്. അത് എല്ലാതും ഇങ്ങനെ വലിച്ചെടുക്കും. ഒരു ദിവസം നിങ്ങൾ വലിക്കുന്ന പുകയുണ്ടല്ലോ, അത് പിഴിഞ്ഞാൽ ഇത്ര കാണും എന്നൊരു പരസ്യമൊക്കെ നമ്മൾ സിനിമയിൽ കാണാറുണ്ട്. എന്നിട്ട് ഒരു സ്പോഞ്ച് പോലെയുള്ള ആ സാധനം ഇങ്ങനെ പിഴിയുമ്പോൾ ഗ്ലാസ്സുകളിൽ 100-200 മില്ലി കൊള്ളുന്ന ആ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്ന പരസ്യമൊക്കെ നമ്മൾ കാണും. പക്ഷെ എന്നാലും നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കും. 2-3 കോടിയുടെ ലോട്ടറി അല്ലെങ്കിൽ 25 കോടിയുടെ ലോട്ടറി എടുത്തിട്ടുണ്ട്. ആ ലോട്ടറി ഒന്ന് അടിച്ചു കിട്ടണേ. അടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം? വിളക്കെണ്ണ കൊളുത്താം. വിളക്കെണ്ണ ഭഗവാന് വഴിപാടായിട്ട് സമർപ്പിക്കാം. മാത്രമല്ല, ചുറ്റുവിളക്ക് നിറയെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വിളക്കൊക്കെ ഞാൻ ഈ വിളക്കെണ്ണ വെച്ചുകൊണ്ട് കത്തിക്കാം. ഈ വിളക്കെണ്ണ വെച്ച് കത്തിക്കുക മാത്രമല്ല, ബോംബിട്ട പോലെ വലിയ പ്രതീതി ഉണ്ടാക്കി തരാം. ഇത് പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ കണ്ടു നോക്കൂ ഈ വീഡിയോ, എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, നിങ്ങൾ നൽകുന്നത് ഭഗവാന് വലിയ വഴിപാടാണോ അതല്ലെങ്കിൽ ഭഗവാന് വലിയ ദോഷമാണോ? ഈ ഭഗവാൻ അത് വഴിപാടായി കത്തിക്കുന്ന ശാന്തിക്കാർക്ക് വലിയ രോഗം അതാണോ നിങ്ങൾ നൽകുന്നത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ ഇതിന് മറ്റൊരു ചോദ്യം വരാം. എങ്കിൽ നിങ്ങൾ പറ, ഏത് എണ്ണയാണ് ഇതിനെല്ലാം ബദലായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. നോക്കൂ, ഭഗവാന് കോടികൾ കിട്ടാൻ വേണ്ടി വഴിപാട് കഴിക്കുന്ന നിങ്ങൾക്ക് എള്ളെണ്ണയുണ്ട്, അല്ലെങ്കിൽ നല്ലെണ്ണ കിട്ടും. വൈദ്യശാലകളിൽ കൃത്യമായിട്ട് വില കൊടുത്താൽ കിട്ടുന്ന നല്ല എണ്ണകളും എള്ളെണ്ണയൊക്കെ ഉണ്ട്. ഈ എള്ളെണ്ണയും നല്ലെണ്ണയും നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിങ്ങൾ കത്തിക്കുന്ന നിലവിളക്കുണ്ടല്ലോ, ആ നിലവിളക്കിൽ നിന്ന് ഉയരുന്ന ആ പുകപടലങ്ങൾ ഉണ്ടല്ലോ, ആ പുകപടലങ്ങൾ മൂലം നിങ്ങൾക്ക് രോഗം വരില്ല. ആ രോഗങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് രൂപ ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 100-150 രൂപയ്ക്ക് കിട്ടുന്ന 500-ന്റെയും 1 ലിറ്ററിന്റെയൊക്കെ കിട്ടുന്ന ആ എണ്ണയുണ്ടല്ലോ, അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഈ വിലക്കായ എണ്ണ കിട്ടില്ല എന്ന് ബോധമുണ്ടായിട്ടും ആ വിലക്കായ എണ്ണ വാങ്ങി നിങ്ങൾ വിളക്കെണ്ണയായിട്ട് നിങ്ങളുടെ ഭഗവാന് മുൻപിൽ കത്തിച്ചു വെക്കുന്നു. നിങ്ങളുടെ വീടുകളിൽ നിലവിളക്കിൽ കത്തിച്ചു വെക്കുന്നു. അത് നിങ്ങളുടെ കുഞ്ഞു മക്കളടക്കമുള്ളവർ ശ്വസിക്കുന്നു, നിങ്ങൾ ശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് വലിയ വലിയ രോഗം നിങ്ങൾ തന്നെ വരുത്തുന്നു. ഇനി എന്താണ് നിങ്ങളോട് പറയേണ്ടത്? കുറച്ച് പൈസ അധികം കൊടുത്തുകൊണ്ട് നല്ല എള്ളെണ്ണയും നല്ലെണ്ണയും വൈദ്യശാലകളിൽ കിട്ടും. അത് ഇന്ന പേര് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെന്ന് അന്വേഷിച്ചാൽ മതി. നിങ്ങളുടെ അടുത്തുള്ള പ്രാദേശികമായിട്ടുള്ള വൈദ്യശാലകളിൽ ചെല്ലുക. അല്ലാതെ നിങ്ങൾ ഓരോ കാക്കമാര് നടത്തുന്ന പലചരക്ക് കടയിൽ ചെന്നിട്ട് സ്വർണം നല്ലെണ്ണ തരൂ, അവൻ നല്ലെണ്ണ തരൂ എന്നൊക്കെ പറഞ്ഞ് വലിയ നല്ലെണ്ണ എന്നും പറഞ്ഞ് വാങ്ങി കൊണ്ടുപോകുന്ന, അതെല്ലാം ഒരുപക്ഷെ ഈ ചിക്കനും ബീഫും ഒക്കെ വറക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇന്ന് നമ്മൾ റോഡായ റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് കണ്ണും മൂക്കും എരിഞ്ഞുകൊണ്ട് ചിലപ്പോൾ സഞ്ചരിക്കാൻ പറ്റില്ല. അത്ര കണ്ടാണ് റോഡ് സൈഡുകളിൽ ഈ എണ്ണയിലിട്ട് ഇങ്ങനെ വറക്കുന്നതും പൊരിക്കുന്നതും. ആഴ്ചകളോളം വറക്കുകയും പൊരിക്കുകയും ചെയ്യുന്ന ഈ എണ്ണയുണ്ടല്ലോ, അത് ശുദ്ധീകരിച്ച് വ്യത്യസ്ത പേരുകളിൽ സ്വർണവും പവനും ഒക്കെ ആയിട്ട് നല്ലെണ്ണയായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആളി കത്തും. നിങ്ങൾ ഭഗവാന് മുൻപിൽ കത്തിച്ചു വെക്കുന്ന ആ ഒരു ഇത്തിരി വെട്ടം നിലവിളക്കിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന നല്ലെണ്ണയുണ്ടല്ലോ, അത് ഒഴിച്ച് എങ്ങനെയാണോ ഭഗവാന് മുൻപിലുള്ള വലിയ ദീപസ്തംഭം അതിലൊക്കെ കത്തിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നത് കണ്ടു നോക്കൂ. ഗംഭീരമാണ്. ബോംബിട്ടാൽ പോലും ഇത്ര സന്തോഷം ഭഗവാന് കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കണ്ടു നോക്കൂ.
തന്നെ കത്തുന്നിങ്ങനെ അതിലത്ര എണ്ണ വെച്ചിട്ടുണ്ട് പാപ്പ. എങ്ങനെയുണ്ട് ഗംഭീരല്ലേ? ഇനി ഇത് തന്നെ കത്തിക്കൂ കേട്ടോ. ഇനി ഇത് തന്നെ ഭഗവാനെ അങ്ങോട്ട് വഴിപാടായി നൽകൂ കേട്ടോ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.